10 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് യു.ഡി.എഫ് സർക്കാരിന് വീണ്ടും അധികാരത്തിലെത്താൻ സാധിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് ഒരു വലിയ വിജയാഘോഷമായി മാറ്റാനാണ് യു.ഡി.എഫ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിനായുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. ഇവിടെ വേണ്ട രീതിയിലുള്ള പന്തൽ പണി അടക്കം നടക്കുന്നുണ്ട്. ഇതൊരു പ്രാരംഭഘട്ടത്തിലാണെങ്കിൽ പോലും ഇത് ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. തിങ്കളാഴ്ച രാവിലെ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കുമ്പോൾ അതിലെല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായിരിക്കും. അതോടൊപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ വലിയ രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഈ പ്രദേശത്ത് തന്നെ ചുറ്റുപാടും വലിയ രീതിയിൽ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. VVIPമാരായ നേതാക്കൾ എല്ലാവരും ഇവിടെ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കളുണ്ട്. അതോടൊപ്പം തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് അടക്കമുള്ളവർ എത്തും എന്നുള്ള കാര്യത്തിൽ സൂചനയുണ്ട്. ഏതായാലും ആ ഒരു കാര്യങ്ങളൊക്കെയും തീരുമാനമായതുകൊണ്ട് തന്നെ ഇവിടെ അതീവ സുരക്ഷ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്കടക്കം ഈ സമയം പോലും ചെറിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളുണ്ട്. ഇതിനുള്ളിലേക്ക് ആ ഒരു തയ്യാറെടുപ്പുകൾ നടക്കുന്നതിന് ആ ഇടത്തേക്ക് പോലും അത്രത്തോളം പ്രവേശിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള സുരക്ഷ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗതാഗത നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങൾ തലസ്ഥാനത്ത് ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇതൊരു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള UDF വലിയൊരു ആഘോഷമാക്കി മാറ്റാൻ തീരുമാനിച്ചതോടെ 1 ലക്ഷത്തിലധികം അണികളെ നിരത്തിക്കൊണ്ടാണ് ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്ക് അനുഭവപ്പെടും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ നേതാക്കന്മാരും പ്രവർത്തകരുമൊക്കെ ഇവിടെ എത്തും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. അതുകൊണ്ട് ഈ ഒരു ആഘോഷ ദിവസമാക്കുന്നത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ KSRTC അടക്കം കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്താനും അതുമായി ബന്ധപ്പെട്ട റൂട്ടുകൾ തയ്യാറാക്കാനുമുള്ള കാര്യങ്ങൾ കൂടി തീരുമാനമായി വരുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ഒരുക്കം തന്നെയാണ് 10 വർഷത്തിന് ശേഷം UDF സർക്കാർ അധികാരത്തിലേക്ക് വരുന്നത് കൊണ്ട് ജനങ്ങൾക്കായുള്ള ഒരു പുതിയ മാറ്റം ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ആ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ ദിവസങ്ങൾ ഒക്കെ കാത്തിരിക്കുകയാണ്. അതിന് തിങ്കളാഴ്ച തന്നെ സാക്ഷ്യം വഹിക്കും. അതോടെ തന്നെ പുതിയൊരു മാറ്റത്തിനായി തുടക്കമുണ്ടാകുമെന്നാണ് കോൺഗ്രസും പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.